എനിക്കിഷ്ടപ്പെട്ടു. കണ്ടോണ്ടിരിക്കുക, ലോജിക്കൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഇതിലങ്ങ് കണ്ടോണ്ട് പോവാം. രക്ഷകനായിട്ട് വരുന്നു അത്ര തന്നെ. ഫാൻസ് കൊള്ളാം, ചെറിയ സ്ക്രീനിലാണ് കണ്ടത്, എന്നാലും കുഴപ്പമില്ല. ഓഡിയൻസ് ഒക്കെ നൈസ് ആയിരുന്നു, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാസ് മസാല കൊമേഴ്ഷ്യൽ പടമാണ്, വലിയ ലോജിക്കൊന്നും ഇല്ല. നമ്മുടെ ജെയ്ബിൻ പോലത്തെ സാധനമൊന്നുമല്ല, സാധാരണ ഒരു രക്ഷകനായിട്ട് വരുന്നു, ദൈവം സംഭവം അത്ര ഉണ്ട്. രക്ഷകൻ തന്നെ, എല്ലാ രക്ഷകനാണ്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. നല്ല പടമായിരുന്നു. പടം പിന്നെ സൂര്യ ഫാൻ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കും. പിന്നെ സൂര്യ നല്ല അഭിനയമായിരുന്നു. ഡയറക്ടർ RJ ബാലാജിയും നല്ലപോലെ അഭിനയിച്ചു. എല്ലാവരും നല്ലൊരു കംബാക്ക് എന്ന് പറഞ്ഞാൽ കംബാക്ക് എന്നല്ല, അതിനപ്പുറം വേണമെന്ന് പറയാം. ഇപ്പോൾ റെട്രോ തന്നെ നല്ല മൂവിയായിരുന്നു, അതിനെ ഒരുപാട് പേര് ഡീഗ്രേഡ് ചെയ്തു. ഇപ്പോൾ വന്നപ്പം ഇതിനും ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കാണണം. ഇപ്പോൾ വിജയ് ഫാൻസ് ആയാലും സൂര്യ ഫാൻസ് ആയാലും എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ്. അറിയാലോ, കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് റെഫറൻസുകളുണ്ട്. നമുക്ക് തീർച്ചയായും ഉണ്ട്, നല്ല അഭിനയമാണ്. എല്ലാവരും ഒരുപാട് മലയാളികളുണ്ട്, പിന്നെ ഒരു രക്ഷയില്ല. ഇന്ദ്രൻ ചേട്ടൻ ആ ഒരു പെർഫോമൻസ് നമ്മൾ ഹോം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലുള്ള പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇതുകൂടെ വരാമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും സാറ്റിസ്ഫൈങ് ആയിരുന്നു, ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. എല്ലാത്തരം ആൾക്കാർക്കും ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് ഭക്തി വേണം ഈ സാധനമായിട്ടൊന്ന് ലിങ്ക് വരണമെന്നുണ്ടെങ്കിൽ. കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അഗ്രസീവായിട്ട് ദേഹത്തോട് ദൈവം കയറിയിട്ട് ആടുക, നമ്മുടെ കാന്താര ഋഷഭ് ചെയ്തതുപോലത്തെ സാധനത്തിൻ്റെ ഒരു സാമ്പിൾ ടൈപ്പാണ്. അത് കോപ്പിയല്ല, കംപ്ലീറ്റ്ലി തമിഴ് സെൻസിബിലിറ്റി വിത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മാസാനം. സൂര്യയെ സ്കൂൾ കാലം കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ഇത്രയും സെറ്റാക്കിയത് കണ്ടത് ഒരുപാട് ഹാപ്പി, സൂപ്പർ, അടിപൊളി. കാന്താര കംപ്ലീറ്റ്ലി വേറെ കോൺസെപ്റ്റാണ്. തുളു മംഗലാപുരം ഗോഡ്സും പുള്ളിക്കാരൻ്റെ ദൈവങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത സാധനമാണ്. ഇതെന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള കറുപ്പണ്ണസ്വാമി അല്ലെങ്കിൽ ഓരോ ബോർഡർ ഗോഡ്സ് കാണത്തില്ലേ, നമ്മൾ ഈ വലിയ കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന വലിയ അഗ്രസീവ്, ഇവിടെയും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലും തമിഴ് ആൾക്കാർ ചെയ്യുന്നുണ്ട്, ചെട്ടി കുടുംബങ്ങളും അങ്ങനെ ചെയ്യും. പക്ഷെ കൊള്ളാം, സംഭവം അടിപൊളി സാധനം, നല്ല സ്ക്രിപ്റ്റ്, സൂപ്പർ സാധനം. RJ ബാലാജിയുടെ നല്ല സ്ക്രിപ്റ്റാണ്, സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. എല്ലാവരും കൊള്ളാം. നമ്മുടെ ഇന്ദ്രൻസിൻ്റെ നല്ല പെർഫോമൻസ് ആണ്, സൂപ്പർ സാധനം. സൂര്യ അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്, മനസ്സുകൊണ്ട് ഐ എം വെരി ഹാപ്പി. സ്കൂൾ കാലം തൊട്ട് സൂര്യയുടെ ഫാനും കാര്യങ്ങളും ആയിരുന്നു. വിജയ്, സൂര്യ, അജിത്ത്, അതിലിപ്പം സൂര്യ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പോയിരിക്കുകയല്ലോ, അതുകൊണ്ടാണ്. സൂര്യ കിടിലായിരുന്നു, നല്ല പെർഫോമൻസ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കറുപ്പിൻ്റെ. ഇന്നലെ പോയ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിരുന്നു ലോജിക്കൊക്കെ എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ട് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ ഹൈ മൊമെൻറ്റ്സ് ആയാലും BGM ആയാലും എല്ലാം നല്ല ടോപ്പിന് വെച്ചായിരുന്നു. പക്ഷെ അതേപോലെ നേരെ സെക്കൻഡ് ഹാഫിൽ വന്നതോടുകൂടി പടം ചെറുതായിട്ട് ഡൗൺ ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് കണ്ടത്, എന്നിട്ട് ഈ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര വർക്കൗട്ട് ആയില്ല. കംബാക്ക് എന്ന് പ്രതീക്ഷിക്കാം. എല്ലായിടത്തും നല്ല വർക്ക് ചെയ്ത് ബുക്കിംഗ് ഒക്കെ ഉണ്ട്. തമിഴിലെ 3ാമത്തെ ആൾ ടൈം ടോപ്പ് ഡേ സ്കോറിംഗ് ആണ്. പക്ഷേ എന്നിട്ടും സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് എനിക്ക് വർക്കൗട്ട് ആയില്ല. ഇത് പ്രോപ്പർ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഈ ജിത്തു മാധവൻ്റെ കൂടെയുള്ള പടമാണ് എനിക്കിനി പ്രതീക്ഷയുള്ളത്. തമിഴ് ഓഡിയൻസിന് കണക്റ്റ് ആവുമോ അതോ കേരളം എല്ലാവർക്കും കണക്റ്റ് ആവും? ഇത് കേരളത്തിൽ അത്രയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരാഴ്ച നന്നായിട്ട് പോകും, പിന്നെ അത്രയ്ക്ക് ഡൗൺ ആവുമെന്നാണ് തോന്നുന്നത്. പിന്നെ തമിഴ്നാട്ടിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ഡേ 1 നല്ല ബുക്കിംഗ് ഉണ്ട്. പിന്നെ അവിടെ ഇപ്പം വേറെ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ, വിജയ് ഇല്ല, ആരുമില്ല. സെക്കൻഡ് ഹാഫ് എനിക്ക് ഞാനിപ്പം ഒരു വിജയ് ഫാനാണ്, എന്നാലും സൂര്യ ഇഷ്ടമുണ്ട്. എന്നിട്ട് സെക്കൻഡ് ഹാഫ് ലോജിക്കൊക്കെ എടുത്ത് ഞാൻ വിളയിൽ കളഞ്ഞിട്ടാണ് വന്നിരുന്ന് കണ്ടത്. എന്നിട്ട് കൂടെ സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര വർക്കൗട്ട് ആവുന്നില്ല, ഡൈജസ്റ്റ് ആവുന്നില്ല സെക്കൻഡ് ഹാഫ്. എനിക്ക് ക്ലൈമാക്സ് നല്ലായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് വർക്കിംഗ് ആയിരുന്നു. ഞാൻ പറയാൻ പറ്റില്ല, ഇപ്പം ഒരു നല്ല ട്രീറ്റാണ് സൂര്യയുടെ. അത്ര ഒരു വളരെ കാലത്തിന് ശേഷം ഒരു മാസ് മസാല പടം എന്ന് പറഞ്ഞ് കൈയടിച്ചിരുന്ന് കാണാൻ നല്ലതാണ് സിനിമ, വേറെ ലെവലാണ്. പിന്നെ എനിക്കിനി പ്രതീക്ഷയല്ല, ആത്മാർത്ഥമായിട്ട് കാത്തിരിക്കുന്ന ജിത്തു മാധവൻ്റെ കൂടെയുള്ള പടമാണ്, നല്ലതായിരിക്കും. ഇന്ദ്രൻസ് അത് എടുത്ത് പറയാനുള്ള ഈ ഇന്ദ്രൻസ് ഫസ്റ്റ് ഹാഫ്, ഇന്ദ്രൻസ് മൊത്തം ഉണ്ട് ഫസ്റ്റ് ഹാഫ്. ഇന്ദ്രൻസും മറ്റേ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഫുൾ ഉണ്ടായിരുന്നു. അവർ തൂക്കിയിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ കണ്ണ് നിറയ്ക്കും, അത്രയ്ക്ക് നല്ല അഭിനയമാണ്, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ആ കുട്ടി നല്ലതായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഫുൾ അവർ രണ്ടുപേരുമാണ് തൂക്കിയിട്ടുള്ളത്. നല്ല ആ കൊച്ചിൻ്റെ അഭിനയവും നല്ല, കാണാനും നല്ല ക്യൂട്ടാണ്, അഭിനയവും കൊള്ളാം, അത്യാവശ്യം നല്ല കൊള്ളാം. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. കംബാക്കാണ്, കണ്ടോണ്ടിരിക്കുക. മീഡിയം കൊള്ളാം, നല്ല പടമാണ്. കംബാക്ക് തന്നെയാണ്. അതെ തീർച്ചയായിട്ടും കംബാക്ക്. സൂപ്പർ സിനിമ, ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ. അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പർ.
കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു മോനെ, കൊള്ളാം, കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. നന്നായിട്ടുണ്ട്. കൊള്ളാം. ഒരു സ്പൂഫ് പോലത്തെ ഒരു സ്റ്റൈലാണ്. ആൻഡ് സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം. ആൻഡ് അത് നമ്മളുടെ ദിനചര്യയിലുള്ളതാണ്. നമ്മളത് കണ്ടിട്ടില്ലാത്തുള്ള ഒരു ഇതാണ്. എക്സ്പീരിയൻസ് ചെയ്തവർക്ക് എന്തിരുന്നാലും ഈ സിനിമ അത് പോയിന്റ് ചെയ്യുന്ന കാര്യം ഡെഫിനറ്റ്ലി ക്ലിക്കാകും. സൂര്യയുടെ ഒരു കംബാക്കായി വരട്ടെ എന്ന് വിചാരിക്കും. കാരണം ഈ ഹാക്സ് ആസ് നല്ല ആക്ടറാണ്. 2020 വന്ന 21 കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വലിയൊരു ഡൗൺഫോൾ വന്നിട്ടുണ്ട്. ബട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് വരട്ടെ. കാരണം ഒരു സ്പൂഫ് സ്റ്റൈലിലുണ്ടാക്കിയത് RJ ബാലാജി ഒരു സ്പൂഫ് സ്റ്റൈൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ. അതൊരു നൈസ് പരിപാടിയാണ്. അത് നല്ല സ്ട്രോങ് സ്റ്റോറിയെ സ്പൂഫ് ലൈനിൽ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പാണ്. കുഴപ്പമില്ല, നല്ല പടം. നല്ല സിനിമ, സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ സിനിമ. നല്ല സിനിമയാണ്, അടിപൊളിയാണ്, കാണണം. കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഒക്കെ കൊള്ളായിരുന്നു. അണ്ണൻ്റെ ഒരു കമ്പാക്ക് തന്നെ പടം. കുഴപ്പമില്ല, എങ്ങനെയുണ്ട് മൊത്തത്തിൽ പടം? അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. കൊള്ളാം, നന്നായിരുന്നു. അതാ പക്ഷേ ക്ലൈമാക്സിൽ ആക്ച്വലി ഇത് വരുന്നുണ്ടെന്ന് മനസ്സിലായില്ല. ലാസ്റ്റ് കണക്ട് ആവുമോ മലയാളികൾക്കൊക്കെ? കണക്ട് ആവുന്നുണ്ട്. കൊള്ളാം, നല്ല പടം തന്നെയാണ്. ഇത് തന്നെയാണ് മെയിൻ ചെയ്യുന്നത്. എടുത്തു പറയത്തേക്ക് എന്ത് തോന്നി? എടുത്ത് പറയത്തേക്ക് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് നമ്മൾ സൂര്യ എല്ലാവരും സൈഡാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു ക്യാരക്ടർ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല പുള്ളി ഇല്ല. പക്ഷേ കൊച്ചി, കൊല്ലം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ സൂര്യയുടെ ആൾക്കാരായതുകൊണ്ട് തന്നെ